ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തി തരുന്നത് നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പാൻ കാർഡിന് അപ്ലൈ ചെയ്തെടുക്കാൻ പറ്റും. പാൻ കാർഡ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റന്റ് പാൻ കാർഡ് ഉണ്ട്, ഫിസിക്കലി പാൻ കാർഡ് ഉണ്ട്. രണ്ട് രീതിയിലെ പാൻ കാർഡ്. ഇൻസ്റ്റന്റ് പാൻ കാർഡ് എന്നാൽ നിങ്ങൾക്ക് ₹1 പോലും ചിലവില്ലാതെ എടുക്കാൻ പറ്റുന്നതാണ്. അത് നമ്മൾ മുമ്പ് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് ഫിസിക്കലി നിങ്ങളുടെ പോസ്റ്റ് വഴി ഒരു പാൻ കാർഡിന് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ് കാണിക്കുന്നത്. സോ നിങ്ങൾ ഗൂഗിൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാൻ കാർഡ് സെർച്ച് ചെയ്ത് ഫസ്റ്റത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പേജിലോട്ട് വരുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് ഹോം ഉണ്ട്, റീപ്രിന്റ് ഓഫ് പാൻ കാർഡ് ഉണ്ട്, ഡൗൺലോഡ് ഇ പാൻ ഉണ്ട്, നോ സ്റ്റാറ്റസ് ഓഫ് പാൻ ആപ്ലിക്കേഷൻ ഉണ്ട്. അതിന്റെ താഴത്തായിട്ട് അപ്ലൈ ഓൺലൈൻ എന്നും കണ്ടിന്യൂ വിത്ത് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അത് നിങ്ങൾ അപ്ലൈ ഓൺലൈൻ എന്ന സെക്ഷനിലോട്ട് തന്നെ വരിക. അതിനുശേഷം ആപ്ലിക്കേഷൻ ടൈപ്പ് നിങ്ങൾ ഇവിടെ ന്യൂ പാൻ ഇന്ത്യൻ സിറ്റിസൺ ഫ്രം ഫോറിൻ, അതായത് നിങ്ങൾ ഇന്ത്യൻ സിറ്റിസൺ ആണെങ്കിൽ ന്യൂ പാൻ ഫസ്റ്റത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഫോറിൻ സിറ്റിസൺ ആണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സോ നമ്മളെല്ലാവരും ഫസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും ചൂസ് ചെയ്യുക. അതിനുശേഷം കാറ്റഗറി ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ഇൻഡിവിജ്വൽ നിങ്ങളുടെ പേഴ്സണൽ ആവശ്യത്തിനാണെന്നുണ്ടെങ്കിൽ ഇൻഡിവിജ്വൽ കൊടുക്കാവുന്നതാണ്. അത് കൊടുത്ത ശേഷം ടൈറ്റിൽ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ അതായത് നിങ്ങളൊരു ജെൻസ് ആണെന്നുണ്ടെങ്കിൽ ശ്രീ കൊടുക്കുക, വുമൺ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശ്രീമതി കൊടുക്കുക, കുമാരി കൊടുക്കുക. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. പിന്നെ ലാസ്റ്റ് നെയിം, ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം. നിങ്ങളുടെ നെയിമിന്റെ ലാസ്റ്റ് നെയിമും ഫസ്റ്റ് നെയിമും മിഡിൽ നെയിം ഇത് കറക്റ്റ് ആയിട്ട് തന്നെ കൊടുക്കണം കേട്ടോ. ബോക്സിൽ ഞാൻ അതിന്റെ ഒരു ഭാഗം ജസ്റ്റ് ഞാൻ സ്ക്രീനിൽ തന്നെ കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ കറക്റ്റായിട്ട് തെറ്റാതെ തന്നെ കൊടുക്കുക. ഇത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയൂല, ഈ ഒരു പാൻ കാർഡ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ഇതിന്റെ ഇൻസ്റ്റ ഐ ഡി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് അതുവഴി നമ്മളെ മെസ്സേജ് ചെയ്യാനെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആക്കി അയച്ചു തരുന്നതായിരിക്കും. ഓക്കെ, അത് നിങ്ങൾക്ക് ഡേറ്റ് ഓഫ് ബർത്ത് ചൂസ് ചെയ്യാനുള്ള ഒരു ബോക്സ് ആണ്. അത് നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റ് ആയിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ആധാർ കാർഡിൽ എങ്ങനെയാണുള്ളത് അതുപോലെ തന്നെ കൊടുക്കുക. ഇമെയിൽ ID കൊടുക്കുക, മൊബൈൽ നമ്പർ കൊടുക്കുക. അതിനുശേഷം താഴത്തായിട്ട് നിങ്ങൾക്ക് ചെറിയ ഒരു ബോക്സ് കാണാൻ സാധിക്കും. അത് നിങ്ങൾ ടിക്ക് ചെയ്ത് കൊടുക്കുക. ഏകദേശം താഴോട്ട് സ്ക്രോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ക്യാപ്ച കാണാൻ സാധിക്കും. ജസ്റ്റ് നിങ്ങൾ അത് ക്ലിക്ക് ചെയ്തിട്ട് സബ്മിറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഒന്നുകൂടി പറയുകയാണ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്താൽ നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് 3 ഓപ്ഷൻസ് ആണ് നമ്മൾ കാണിക്കുന്നത്. സബ്മിറ്റ് ഡിജിറ്റലി ത്രൂ EKYC, അതുപോലെ തന്നെ സബ്മിറ്റ് സ്കാനഡ് ഇമേജ് ത്രൂ E-Sign, അതുപോലെ തന്നെ ഫോർവേഡ് ആപ്ലിക്കേഷൻ ഡോക്യുമെന്റ് ഫിസിക്കലി. ഇത് നിങ്ങൾക്ക് സബ്മിറ്റ് ഡിജിറ്റലി ത്രൂ EKYC ഫസ്റ്റത്തെ ഓപ്ഷൻ, അത് നിങ്ങൾക്ക് പേപ്പർലെസ് ആണ്. സോ നിങ്ങൾ ആധാർ കാർഡ് വെച്ച് ചെയ്യുന്നതാണ്. നിങ്ങൾ എല്ലാവരും ചൂസ് ചെയ്യേണ്ടത് രണ്ടാമത്തെ ഓപ്ഷനാണ്. നിങ്ങൾക്ക് ഫിസിക്കലി ഒരു പാൻ കാർഡ് വേണമെങ്കിൽ തീർച്ചയായും രണ്ടാമത്തെ ഓപ്ഷനാണ്. മൂന്നാമത്തെ ഓപ്ഷൻ പറഞ്ഞാൽ നമ്മളെല്ലാം ചെയ്തതിനു ശേഷം അവർക്ക് പോസ്റ്റ് വഴി നമ്മൾ അയച്ചു കൊടുക്കേണ്ടി. അതാണ് ഫോർവേഡ് ആപ്ലിക്കേഷൻ ഡോക്യുമെന്റ്സ് ഫിസിക്കലി എന്ന് പറയുന്നത്. സോ നിങ്ങൾ രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം വെദർ ഫിസിക്കൽ പാൻ കാർഡ് ഈസ് റിക്വയർഡ്, എസ് തന്നെ കൊടുക്കുക. ഓക്കെ, ഓട്ടോമാറ്റിക്കലി എസിൽ തന്നെ ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പൊ നിങ്ങൾ ആ ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. ഓക്കെ, എസിൽ തന്നെ കൊടുക്കുക. പിന്നെ അവരുടെ ഫീസും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ₹101 നമുക്ക് ചെയ്യാനുള്ള ചാർജ് വരുന്നത്. അത് തന്നെ നമ്മൾ അതായത് സ്കാൻഡ് കോപ്പി അയക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒരു ₹5 എക്സ്ട്രാ വരുന്നതായിരിക്കും. 106 രൂപയോടെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ആധാർ കാർഡിന്റെ ഫസ്റ്റത്തെ 4 ഡിജിറ്റ് ആണ് കൊടുക്കേണ്ടത്. അതിനുശേഷം നിങ്ങളുടെ ആധാർ കാർഡിൽ എങ്ങനെയാണോ നെയിം ഉള്ളത് അതുപോലെ തന്നെ നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴത്തായിട്ട് ഇത് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുള്ളതായിരിക്കും. നമ്മൾ നേരത്തെ കൊടുത്തിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് തന്നെയാണ് കൊടുക്കുന്നതെന്ന് നോക്കുക. നിങ്ങൾക്ക് മിഡിൽ നെയിം ഇല്ല എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം മാത്രം കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ഇവിടെ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ജെൻഡർ നിങ്ങൾ മെയിൽ ആണെങ്കിൽ ഫീമെയിൽ ആണെങ്കിൽ അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. സോ ഓക്കെ, അപ്പോൾ താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ നമ്പർ അത് നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല. ശേഷം താഴത്തോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതർ നെയിം ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേറെ നെയിം പേരുണ്ടെങ്കിൽ എസ് കൊടുത്തിട്ട് അത് നിങ്ങൾക്ക് ഇവിടെ എഴുതി കൊടുക്കാവുന്നതാണ്. സോ ഞാൻ നോ തന്നെ കൊടുക്കുന്നത്. എല്ലാവരും നോ തന്നെ ആയിരിക്കും കൊടുക്കാൻ മിക്കവാറും. പിന്നെ നിങ്ങളുടെ ഫാദർ നെയിമാണ് ചോദിക്കുന്നത്. അവിടെ ഫാദറിന്റെ ലാസ്റ്റ് നെയിം എഴുതി കൊടുക്കുക. ഫാദറിന്റെ ഫസ്റ്റ് നെയിം നിങ്ങൾ ഈ ഒരു ബോക്സിൽ എഴുതി കൊടുക്കുക. അതുപോലെ തന്നെ മിഡിൽ നെയിം, അതായത് മിഡിൽ നെയിമും ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും കറക്റ്റ് ആയിട്ട് തന്നെ ആ ഒരു ബോക്സിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് ചോദിക്കുന്നുണ്ട് പാൻ കാർഡിന്റെ ഒരു ഇത് നിങ്ങളുടെ മദറാണ് ചോദിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് മദർ ഓപ്ഷനിലാണ്. സോ എല്ലാവരും ഫാദർ ആയിരിക്കും കൊടുക്കുക. ഫാദർ തന്നെയാണ് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പ്രിന്റ് ചെയ്യേണ്ട നെയിം ഫാദറിന്റെ ആണോ മദറിന്റെ ആണോ ചോദിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഫാദറിന്റെ തന്നെ ചൂസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് ക്ലിയർ ആയി ചെയ്യുക. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് വന്നിട്ടുള്ളത് നമ്മളുടെ ഡീറ്റെയിൽസ് ആണ്. അതായത് പേഴ്സണൽ ഡീറ്റെയിൽസ് ചോദിക്കുന്നത്. നമ്മൾ സാലറി ആണെങ്കിൽ സാലറി കൊടുക്കുക. സോ നിങ്ങൾക്ക് മറ്റുള്ള രീതിയിൽ നിങ്ങൾക്ക് ജോബും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻകം ഫ്രം ഓഫ്
അതർ സോഴ്സ് കൊടുക്കുക, അതുപോലെ തന്നെ ഇൻകം, ഹൗസ് പ്രോപ്പർലി, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. സോ നിങ്ങൾക്ക് ഏതാണോ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇൻകം ഇല്ല, നിങ്ങളൊരു ഹൗസ് വൈഫ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നോ ഇൻകം നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അതിനുശേഷം അഡ്രസ് ഫോർ കമ്മ്യൂണിക്കേഷൻ, റെസിഡൻസ് ആണെങ്കിൽ അത് കൊടുക്കുക, ഓഫീസ് ആണെങ്കിൽ സോ നിങ്ങൾ ഓഫീസ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഓൾമോസ്റ്റ് ആൾക്ക് റെസിഡൻസ് ആയിരിക്കും, റെസിഡൻസ് കൊടുക്കുക. അതിനുശേഷം ആധാർ കാർഡിൽ നിങ്ങളുടെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതുപോലെ തന്നെ കറക്റ്റായിട്ട് തെറ്റാതെ എൻട്രി ചെയ്ത് കൊടുക്കണം. നിങ്ങൾ ആധാർ കാർഡിൽ എങ്ങനെയാണ് നിങ്ങളുടെ അഡ്രസ്സ് അതുപോലെ തന്നെ കൊടുക്കണം. അതാണെങ്കിൽ നമുക്ക് നമ്മൾ എലിജിബിളായി കിട്ടൂല നമ്മളെ പാൻ കാർഡ്. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യുക, താഴെ ഇൻസ്റ്റ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും, അതായത് നിങ്ങളുടെ റോഡ് നെയിം, അതുപോലെ തന്നെ റോഡ്, സ്ട്രീറ്റ്, ടൗണ്, ഡിസ്ട്രിക്റ്റ്, കൺട്രി, അതുപോലെ തന്നെ സ്റ്റേറ്റ്, ഈ കാര്യങ്ങളൊക്കെ, പിൻകോഡ്, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൊടുക്കാം. ശേഷം നിങ്ങളുടെ ഓഫീസ് അഡ്രസ് ആണ്. സോ അത് നിങ്ങൾ ഓഫീസ് ചൂസ് ചെയ്താൽ മാത്രം കൊടുത്താൽ മതി, അല്ലെങ്കിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം ടെലിഫോൺ നമ്പർ ആൻഡ് ഇമെയിൽ ഐ ഡി, നിങ്ങളുടെ ഇവിടെ തന്നെ ഇന്ത്യ സെലക്ട് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ISD കോഡ് ഇന്ത്യ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഏരിയ STD കോഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലാൻഡ് ഫോണിൻ്റെ ഒക്കെ ഇതുണ്ടാവുമല്ലോ തുടക്കത്തിൽ വരുന്ന STD കോഡ്, അത് നിങ്ങളുടെ എഴുതി കൊടുക്കുക. ശേഷം നിങ്ങളുടെ നമ്പർ ഇവിടെ ഓട്ടോമാറ്റിക്കലി വന്നിട്ടായിരിക്കും. താഴത്ത് നിങ്ങളുടെ ഇമെയിൽ ID അവിടെ ഓട്ടോമാറ്റിക്കലി വന്നിട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ, പേഴ്സണൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണോ എന്ന് ജസ്റ്റ് ഒന്നുകൂടി ശ്രദ്ധിച്ച് തന്നെ കൊടുക്കാൻ നോക്കുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും നമ്മൾ ഇൻസ്റ്റായിട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകുന്നുണ്ട്, അതുവഴി നിങ്ങൾ മെസ്സേജ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പൊ തന്നെ ജസ്റ്റ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുക, വീഡിയോ ജസ്റ്റ് ലൈക്ക് കൂടി ചെയ്ത് വെച്ചിരിക്കുക. പിന്നെ ലാസ്റ്റത്തെ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അത് നിങ്ങൾ SL തന്നെ കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. ഓക്കെ, അപ്പോൾ അപ്പോയിന്റ് റിപ്രസെന്റേറ്റീവ്സ് ആയി നോ തന്നെ കൊടുത്താൽ മതി, SL കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, താഴത്തോട്ട് നിങ്ങൾ സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ അടുത്ത നെക്സ്റ്റ് ബട്ടൺ കാണാൻ സാധിക്കും. സോ നമ്മൾ നെക്സ്റ്റ് ഓപ്ഷനിൽ വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ഓപ്ഷനിൽ നമ്മുടെ കോൺടാക്റ്റിന്റെ അതർ ഡീറ്റെയിൽസ് ആണ്. ഇത് നമ്മുടെ അഡ്രസ് അവിടെ എഴുതി കൊടുക്കുന്നത് ഓട്ടോമാറ്റിക്കലി ഇവിടെ വരുന്നതായിരിക്കും, നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇവിടെ ഒന്നും. ഓക്കെ, താഴത്തോട്ട് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് പോകാൻ വേണ്ടത്. നിങ്ങൾക്ക് താഴത്തോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഒരു ബട്ടൺ കാണാൻ സാധിക്കും. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൂന്നാമത്തെ നമ്മുടെ ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ട ഒരു പേജാണ് വന്നിട്ടുള്ളത്. ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് 3 ഓപ്ഷൻസും നിങ്ങളുടെ ആധാർ കാർഡ് തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ പ്രൂഫ് ഓഫ് അഡ്രസ് ഉണ്ട്, പ്രൂഫ് ഓഫ് ഐഡന്റിറ്റി ഉണ്ട്, പ്രൂഫ് ഓഫ് ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട്. ഈ 3 ഓപ്ഷനും നിങ്ങൾ ആധാർ കാർഡ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം നിങ്ങൾ ഡിക്ലറേഷനിൽ നിങ്ങളുടെ നെയിം ഓട്ടോമാറ്റിക്കായി വന്നിട്ടായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് ഹിംസെൽഫ് ഹെൽസെൽഫ് കൊടുക്കുക. പ്ലേസ് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായി വന്നിട്ടായിരിക്കും, ഇല്ല എഴുതി കൊടുത്താൽ മതി, എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. ഡേറ്റ് ആയിരിക്കും. സോ ഇനിയാണ് നമുക്ക് നമ്മുടെ ഫോട്ടോയും സിഗ്നേച്ചറും കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ ഫോട്ടോ വരുന്നത് മാക്സിമം ഫയൽ സൈസ് 50 KB വരാൻ പറ്റുള്ളൂ നമ്മൾ എടുക്കുന്ന ഫോട്ടോ. അതിൽ സിഗ്നേച്ചർ ആണെന്നുണ്ടെങ്കിലും 50 KB വരാൻ പറ്റുള്ളൂ. പിന്നെ ഉള്ളത് നമുക്ക് ഡോക്യുമെന്റ് ആണ്, നമ്മൾ ഈ ആധാർ കാർഡാണല്ലോ അവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആധാർ കാർഡിന്റെ ഡോക്യുമെന്റ് PDF ഫയലായിട്ട് 300 KB വരുന്ന PDF ഫയലായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കണം. ഈ ഒരു കാര്യങ്ങളാണ് നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ട കാര്യങ്ങൾ. അപ്പൊ ഇതെങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ KB കുറക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ പല ആളുകൾക്കും അറിയില്ല. ഓക്കെ, അപ്പം എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫോട്ടോ എടുത്ത് വെച്ചില്ലേ, സോ അതിനുശേഷം നിങ്ങൾക്ക് ഫോട്ടോ റീസൈസർ എന്ന് ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൽ സെർച്ച് ചെയ്ത് കൊടുക്കുക. എവിടെ, നമ്മളുടെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ എടുത്തു വെച്ചിട്ടുള്ള ഫോട്ടോ നിങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഓക്കെ, ഇപ്പൊ ഒരു ഫോട്ടോ ഞാനിപ്പം ഈ ഒരു ഫോട്ടോയാണ് ഇവിടെ റീസൈസ് ചെയ്യുന്നത്. അപ്പൊ റീസൈസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും വിഡ്ത്തും ഹൈറ്റും റെസൊല്യൂഷനും, ഇങ്ങനെ 3 ഓപ്ഷൻസും നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മുകളിലായിട്ട് ഒരു ലോക്കിന്റെ ഐക്കൺ ഉണ്ട്, അത് അൺലോക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, എന്നാലും നിങ്ങൾക്ക് അത് ചെയ്യാൻ സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ നമ്മളെ ഫോട്ടോയും സിഗ്നേച്ചറും അതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് വെടുത്തും ഹൈറ്റും എത്രയാണോ കൊടുക്കേണ്ടത് അപ്പൊ അതനുസരിച്ച് നിങ്ങൾ റീസൈസ് ചെയ്ത് കൊടുക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ഇമേജ് റീസൈസ് ചെയ്യുന്ന ഫസ്റ്റത്തെ ലിങ്കിൽ, ഗൂഗിളിൽ കാണുന്ന ഫസ്റ്റത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര KB ആണോ നിങ്ങൾക്ക് ആക്കേണ്ടത് ആ ഒരു KB നിങ്ങളവിടെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ 50 KB ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഫോട്ടോ 50 KBയിലേക്ക് റീസൈസ് ചെയ്തിട്ട് അവർ തരുന്നതായിരിക്കും. എന്നിട്ട് ജസ്റ്റ് അതൊന്ന് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി നിങ്ങൾക്ക്. ഓക്കെ, പറയില്ല
എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മെസ്സേജ് ചെയ്യുക. അറിയാത്ത രീതിയിൽ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പേയ്മെന്റ് ക്യാഷ് പോയി കഴിഞ്ഞാൽ ഞാൻ ഉത്തരവാദിയല്ല. നിങ്ങൾ എന്തായാലും നമ്മുടെ ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഒഴിവനുസരിച്ച് നിങ്ങൾക്ക് അത് റെഡിയാക്കി തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നമുക്ക് JPG ഫോർമാറ്റിലാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ ഫോട്ടോയും സിഗ്നേച്ചറും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം ഇമേജ്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് അത് സൈറ്റിലോട്ട് തന്നെ പോയിട്ട് അത് ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഓക്കെ, അപ്പൊ ഇതുപോലെ തന്നെ കേട്ടോ നമ്മുടെ സിഗ്നേച്ചറും ചെയ്യേണ്ടത്. ഈ ഒരു മെത്തേഡ് തന്നെ നമ്മളൊരു ഫോട്ടോ ഒരു പേപ്പറിൽ നമ്മൾ ഒപ്പിടുക. ഓക്കെ, അത് ആധാർ കാർഡിൽ നമ്മൾ എടുത്ത് അതേ ആ ഒരു ഒപ്പ് തന്നെ നമ്മൾ ഒരു ഫോട്ടോയിൽ ഇടുക. അല്ല, ഒരു പേപ്പറിൽ അത് ഫോട്ടോ എടുക്കുക. ആ ഫോട്ടോ നിങ്ങൾക്ക് 50 KB മുകളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് 50 KB ഒതുങ്ങുന്ന രീതിയിൽ റീസെർച്ച് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ 2 ഫോട്ടോയും ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം എനിക്ക് ഇനി ഡോക്യുമെന്റ് ആഡ് ചെയ്യേണ്ടതുണ്ട്. അതിനായിട്ട് ഞാൻ pdfresearcher.com എടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഉണ്ടാക്കി വെച്ച, അതായത് ഞാൻ എൻ്റെ ആധാർ കാർഡിന്റെ PDF, അപ്പൊ നമ്മൾ ഫോട്ടോ എടുത്തിട്ട് അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ PDF ആക്കി ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് JPG to PDF നിങ്ങൾ സെർച്ച് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ആധാർ കാർഡിന്റെ ഫ്രണ്ടും ബാക്കും നിങ്ങൾ ഫോട്ടോ എടുത്ത് വെച്ചില്ല, ആ 2 ഫോട്ടോയും നിങ്ങൾ എന്ത് ചെയ്യാം, ഇതിലേക്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഞാനിപ്പോ ഈ 2, അതായത് എൻ്റെ ഫ്രണ്ടിന്റെ ആധാർ കാർഡിന്റെ ഫ്രണ്ടും ബാക്ക് സൈഡും ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഏകദേശം ഇത് രണ്ടും ഞാനിങ്ങനെ കറക്റ്റ് ആയിട്ട് വെച്ച ശേഷം കൺവേർട്ട് PDF എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ 2 ഫോട്ടോയും ഒരു PDF ഫയൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ ആ ഒരു PDF 300 KB അധികം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു PDF റീസൈസ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും നമ്മൾ ഓൾമോസ്റ്റ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം കൺവേർട്ട് PDF എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തു. അപ്പം ഡൗൺലോഡ് PDF എന്ന ഭാഗം വന്നിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് നമുക്ക് PDF ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അതിനുശേഷം നേരെ സൈറ്റിലോട്ട് പോവുക. എന്നിട്ട് നിങ്ങൾ ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു PDF ഇതിലേക്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ആയിക്കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ PDF നമുക്ക് ഇതിലേക്ക് തന്നെ ആഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് ഇവിടെ വന്നിട്ടുണ്ട്. യുവർ ആപ്ലിക്കേഷൻ ഈ സബ്മിറ്റഡ്, പ്ലീസ് കൺഫേം ഡീറ്റെയിൽസ് എന്നാണ് കാണിക്കുന്നത്. അത് നമ്മുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ പേര് അവിടെ വന്നിട്ടുണ്ടായിരിക്കും, അതുപോലെ തന്നെ നിങ്ങളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരിക്കും, എല്ലാ കാര്യങ്ങളും. അപ്പൊ ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യാൻ മതി. കൺഫേം ചെയ്യുക എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുകയാണെങ്കിൽ തെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഫസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും എൻ്റെ ആധാർ ഫസ്റ്റ് 8 ഡിജിറ്റ് ആണ്. നമ്മുടെ ആധാർ കാർഡിന്റെ ഫസ്റ്റത്തെ 8 ഡിജിറ്റ് ആണ് നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ കൊടുത്തതിനു ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും പ്രോട്ടീൻ ഇ-സൈൻ ചാർജ് ആണ് 5.something വരുന്നത്, 5.90 വരുന്നത് ഇ-സൈൻ ചാർജ് ആണ് വന്നിട്ടുള്ളത്. അപ്പൊ എല്ലാ കാര്യങ്ങളും കൊടുക്കുക. കാരണം നമുക്ക് 101 രൂപയാണ് സാധാരണ ഈ ഒരു പാൻ കാർഡ് അപ്ലൈ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഇ-സൈൻ ചെയ്യുന്നതിൽ 5 രൂപ എക്സ്ട്രാ വരുന്നത്, അതാണ് കാണിക്കുന്നത്. സോ നെക്സ്റ്റ് നമ്മൾ പോവുകയാണ്. അടുത്ത പേജിലോട്ട് പോകണമെങ്കിൽ നമുക്ക് പേയ്മെന്റ് ചെയ്യാനുള്ള പേജാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓൺലൈൻ പേയ്മെന്റ് ത്രൂ Paytm ഉണ്ട്. നിങ്ങൾ അതിൽ തന്നെ ചൂസ് ചെയ്യുക. രണ്ടാമത്തെ ഓപ്ഷൻ തന്നെ ചൂസ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് കാണാം എമൗണ്ട് എത്രയാണ് വരുന്നത്, 106.90 രൂപയാണ് നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ അപ്ലൈ ചെയ്യാൻ വരുന്ന പറയുന്നത്. ഈ ഒരു എമൗണ്ട് അപ്ലൈ ചെയ്യുന്നത് 300 രൂപയേക്കാളും അവരുടെ ഫീസും കാര്യങ്ങളൊക്കെ കൂടിയായിട്ട് അവർ പറയുന്നത്. സിമ്പിളായി വീട്ടിൽ ഇത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് തീർച്ചയായിട്ടും അതല്ലേ നല്ലത്. അവിടെ പോകേണ്ട ആവശ്യമില്ല, അവിടെ ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല, എമൗണ്ടും പോകില്ല. അപ്പൊ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കും. അതിനുശേഷം താഴത്തായിട്ട് നിങ്ങൾക്ക് ഐ അഗ്രി ടു ദ ടേംസ് ഓഫ് സർവീസ് എന്ന് കാണാൻ പറ്റും. താഴത്തായിട്ട് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മുടെ ടേംസ് ഓഫ് സർവീസും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഗ്രി ചെയ്തെടുക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഈ പേയ്മെന്റ് ചെയ്യാനുള്ള ഒരു പേരിലോട്ട് വരുന്നതായിരിക്കും. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ട്രാൻസാക്ഷൻ ID-യും അതുപോലെ തന്നെ നമ്മുടെ ഫീസും എത്രയാണ് എമൗണ്ട് വരുന്നത് എന്ന്. അതിന് ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുത്ത് നോക്കിയാൽ കാര്യങ്ങളൊക്കെ ചെയ്യുക. അതിനുശേഷം പേ കൺഫേം എന്ന ബട്ടൺ കാണാൻ പറ്റും. നിങ്ങൾ അത് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അങ്ങനെ നമ്മളുടെ പേയ്മെന്റ് ചെയ്യാനുള്ള പേജിലോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും സ്കാൻ QR വിത്ത് Paytm. നമുക്ക് ഏതെങ്കിലും നമ്മൾ ഗൂഗിൾ പേ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് പേയ്മെന്റ് ചെയ്യാവുന്നതാണ്. ഇല്ലായെങ്കിൽ നിങ്ങളുടെ ഗൂഗിൾ പേയുടെ UPI നിങ്ങൾ ഇവിടെ എൻ്റർ ചെയ്തതിനു ശേഷം പ്രൊസീഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ ഗൂഗിൾ പേയിൽ നോട്ടിഫിക്കേഷൻ ഉണ്ടായിരിക്കും. ആ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്തിട്ട് പേയ്മെന്റ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ PC-യിലോ അല്ലെങ്കിൽ ലാപ്പിലൊക്കെ ചെയ്യുന്നവർക്ക്
ആണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതുപോലെ ഇങ്ങനെ കാണിച്ച് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് സ്കാൻ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഷോപ്പിലൊക്കെ പേയ്മെന്റ് ചെയ്യില്ല, അതുപോലെ തന്നെ ഈ QR കോഡ് സ്കാൻ ചെയ്ത് പേയ്മെന്റ് ചെയ്ത് കൊടുക്കുന്നത് ഇതുപോലെ നമുക്ക് വരുന്നതായിരിക്കും. വെയിറ്റിംഗ് ഫോർ ദ റെസ്പോൺസ് ഫ്രം Paytm. ഇറ്റ് മേ ടേക്ക് അപ് ടു 1 minute. Kindly do not refresh your page or close the browser. Okay, ജസ്റ്റ് ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യുക, എങ്ങോട്ടും പോകരുത് കേട്ടോ. ഒരു മെസ്സേജ് ക്ലിക്ക് ചെയ്ത് പോകും ചെയ്യുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മുടെ ഇത് പേയ്മെന്റ് സക്സസ് ആയിട്ടുണ്ട് കാണിക്കുന്നുണ്ട്. സോ താഴത്തായിട്ട് നിങ്ങൾക്ക് കണ്ടിന്യൂ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. സോ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, കഴിഞ്ഞിട്ടില്ല, ഇനിയാണ് തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്ത് പോകരുത്, ക്ലോസ് ചെയ്ത് പോകരുത്. പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ പാൻ കാർഡ് സ്റ്റാറ്റസ് പെൻഡിങ്ങിലായിരിക്കും കിടക്കുന്നത്, അങ്ങോട്ടും പോകുന്നതായിരിക്കും. ശ്രദ്ധിക്കുക. സോ ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി നമുക്ക് ഒതന്റിക്കേഷൻ ആണ് ചെയ്യാനുള്ളത്. ഒതന്റിക്കേറ്റ് ആധാർ ടു പ്രൊസീഡ് ഫർദർ എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ആധാർ കാർഡ് നമുക്ക് ഒതന്റിക്കേറ്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് താഴത്തായിട്ട് നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടിക്ക് ഈ ടോക്കൺ നമ്മൾ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാൻ നോക്കിയാണെങ്കിൽ ഒന്ന് ഫോട്ടോ എടുത്ത് നോക്കാൻ നല്ലതായിരിക്കും, സ്ക്രീൻഷോട്ട് എടുത്ത് നല്ലതായിരിക്കും. സോ ആ ബോക്സ് ടിക്ക് ചെയ്ത ശേഷം ഒതന്റിക്കേറ്റ് എന്ന് കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്ത് നോക്കാം. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ OTP ജനറേഷൻ എന്ന് പറഞ്ഞ ബട്ടൺ ഇവിടെ ഓപ്പൺ ആയി വരുന്നതായിരിക്കും. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ ഏതാണോ ആ ഒരു നമ്പറിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. ആ ഒരു OTP നിങ്ങൾക്ക് ഈ ഒരു ബോക്സിൽ 4ാമത്തെ ബോക്സിൽ നിങ്ങൾക്ക് OTP എൻ്റർ ചെയ്യാനുള്ള ബോക്സാണ്. ആ ഒരു ബോക്സിൽ നിങ്ങൾ OTP എൻ്റർ ചെയ്ത ശേഷം താഴത്തായിട്ട് നിങ്ങൾക്ക് സബ്മിറ്റ് എന്നുള്ളൊരു ബട്ടൺ കാണാൻ പറ്റും. നിങ്ങൾ അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഈ ഒരു OTP നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അങ്ങനെ ഞാൻ OTP കാര്യങ്ങളൊക്കെ ഇവിടെ എൻ്റർ ചെയ്തിട്ടുണ്ട്. സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഇനി നമുക്ക് നെക്സ്റ്റ് പേജ് വരുന്നത് കണ്ടിന്യൂ വിത്ത് സൈനിങ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിജിറ്റലി സൈനിങ് യുവർ പാൻ ആപ്ലിക്കേഷൻ നമുക്ക് അതുകൂടി ചെയ്യുന്നില്ല. അതിന് കണ്ടിന്യൂ വിത്ത് സൈൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വേറെ പേജിലോട്ട് പോകുന്നതായിരിക്കും. ഓക്കെ, അവിടെ നിങ്ങളുടെ ആധാർ കാർഡ് നമ്പർ നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആധാർ കാർഡുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. ആ ഒരു OTP നിങ്ങൾ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഓക്കെ, ഓൺലൈൻ പെൻ സർവീസ് ആസ് റിക്വസ്റ്റ് ടു ഡിജിറ്റലി സൈൻ ദ ഡോക്യുമെന്റ്. ഓക്കെ, അവിടെ നിങ്ങൾക്ക് ആധാർ കാർഡ് നമ്പർ എൻ്റർ ചെയ്യാനുള്ള ബോക്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് നിങ്ങൾ അവിടെ നിങ്ങളുടെ ആധാർ കാർഡ് നമ്പർ എൻ്റർ ചെയ്യുക. അതിനുശേഷം ഇവിടെ കാണുന്ന സെൻഡ് OTP എന്നുള്ളൊരു ബട്ടൺ കാണാൻ പറ്റും, അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് മുകളിലായിട്ട് ഒരു ടിക്കാണ് ഒരു ബോക്സ് ഉണ്ട്, അത് നിങ്ങൾ കൊടുത്തിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് OTP വരും. ആ ഒരു OTP നിങ്ങൾ ഈ ഒരു ബോക്സിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വെരിഫൈ OTP എന്നുള്ളൊരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പാൻ കാർഡ് നമുക്ക് 100% നമ്മൾ ക്ലിയർലി നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും താങ്ക് യു ഫോർ യൂസിങ് ഓൺലൈൻ ഫെസിലിറ്റി ഫോർ പാൻ കാർഡ് ആപ്ലിക്കേഷൻ. നിങ്ങൾക്ക് ഇവിടെയായിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും. ഡൗൺലോഡിന്റെ PDF വരുന്നത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് താഴത്തായിട്ട് ഡൗൺലോഡ് PDF എന്ന് കാണാൻ പറ്റും. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിലോ അല്ലെങ്കിൽ PC-യിലോ ചെയ്യണമെങ്കിൽ അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് കിട്ടുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് ഫർദർ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വാട്സപ്പ് അസിസ്റ്റ് നമ്പർ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നൽകുന്നത്. ഓക്കെ, സെൻഡ് ചെയ്ത് തന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇൻസ്റ്റ ID താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട്. നിങ്ങൾ അത് മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. ഈ ഡൗൺലോഡ് PDF എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ആയി കിട്ടുന്നതായിരിക്കും. ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. PDF പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആണ്. സോ നിങ്ങളുടെ പാസ്വേഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. നിങ്ങൾ സ്ലാഷ് ഇടാതെ തന്നെ ഡയറക്റ്റ്ലി എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. നേരെ ഡയറക്റ്റ് എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. ഡേറ്റ് മന്ത് ഇങ്ങനെയാണ് എഴുതി കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ പാൻ കാർഡ് ആപ്ലിക്കേഷൻ ബുക്ക് ഇതുപോലെ കിട്ടുന്നതായിരിക്കും PDF ആയിട്ട്. ഓക്കെ, താഴത്തോട്ട് നിങ്ങൾ സ്ക്രോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുത്തിട്ടുള്ള അറ്റാച്ച്ഡ് ഡോക്യുമെന്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു PDF-ൽ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ 2 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് മെയിലായിട്ട് നിങ്ങളുടെ ഈ ഇൻസ്റ്റന്റ് പാൻ കാർഡ് നിങ്ങൾക്ക് മെയിലായിട്ട് വരുന്നതായിരിക്കും. 2 വീക്കിനുള്ളിൽ നിങ്ങൾക്ക് ഫിസിക്കലി പാൻ കാർഡും പോസ്റ്റ് വഴി ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാത്ത നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിലും Instagram ID താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട്. നിങ്ങൾ അതുവഴി മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ റിപ്ലൈ
തരുന്നതായിരിക്കും. കഴിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ഞാൻ തന്നെ നിങ്ങൾക്ക് പാൻ കാർഡിന് അപ്ലൈ ചെയ്ത് തരുന്നതായിരിക്കും. നിങ്ങൾ പോകാത്തത് സ്വമേധയാ നമുക്ക് ക്ലിയറാക്കി എടുക്കാൻ പറ്റുമെന്ന് നമുക്ക് മനസ്സിലാക്കി വിചാരിക്കുന്നു. സോ നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. സോ നമുക്ക് അടുത്ത ഒരു വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.